ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നും ഞാൻ ഒരു ഉച്ചയൂണിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് ആകെ 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. നിങ്ങളൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ എനിക്ക് മുന്നോട്ട് പോവാൻ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഞാൻ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് എനിക്ക് ചൂരമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ കഷ്ണം വെട്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കഷ്ണം വെട്ടി കൊണ്ടുവന്നാലും നമുക്ക് അതിന്മേൽ കുറേ പണിയുണ്ട്. പിന്നെ മീനൊക്കെ ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിക്കില്ല അരവാണ് കേട്ടോ അത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മീനിലേക്ക് മസാല കൂട്ടണത്. എല്ലാ മസാലയും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ട് ഈ അരച്ചെടുത്തതാണ് കേട്ടോ ഞാൻ മീനിൽ മസാല കൂട്ടണത്. അങ്ങനെ മസാല കൂട്ടിയ മീൻ ഞാനിപ്പോൾ തന്നെ പൊരിക്കാൻ വെക്കുകയാണ്. കാരണം സമയം ഇപ്പോൾ തന്നെ 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയിൽ ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതൊന്ന് വെള്ളം വലിച്ചെടുക്കുകയാണ്. മീനും തന്നെ പൊരിക്കാൻ വെക്കുകയാണ്. ഇന്ന് കറിക്കായിട്ട് മത്തനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അത് ഞാൻ കഴുകി അരിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ തോല് ഞങ്ങൾ കളയലില്ല. ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഒന്ന് കടുക് വറുത്തിട്ടാൽ മതി. വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഉപ്പേരി ആയിട്ട് ഞാൻ പയറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ കറികളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് ഉമ്മ വന്ന് പറഞ്ഞത് ഒരു മരണമുണ്ട്. ഞങ്ങൾ അറിയണ ആളുമാണ്, ഞങ്ങളെ കുടുംബക്കാരുമാണ് കേട്ടോ. അധികം പ്രായമൊന്നും ആകാത്ത ആളാണ് കേട്ടോ. കിണറും പണി എടുത്തപ്പോൾ റിങ് വീണതാണെന്നും പറയുന്നുണ്ട്, കിണറ്റിക്ക് വീണതാണെന്നും പറയുന്നുണ്ട്. എന്തായാലും ഭയങ്കര സങ്കടമായിട്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങളൊക്കെ നല്ല അടുപ്പമുള്ള ആൾക്കാരാണ്. അള്ളാഹു അവർ ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് കൊടുക്കട്ടെ. മഞ്ചേരി ആശുപത്രിക്കാണ് കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നേരം വൈകും എത്താനെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും വൈകുന്നേരം പോകണമെന്ന് കരുതുന്നുണ്ട്. കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ മാത്രമുള്ളായിരുന്നു. കുളിക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ വന്നപ്പോഴേക്ക് മക്കളൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമുള്ളായിരുന്നു. ഐശുട്ടിക്കും കൊടുക്കാനുണ്ട്. ഐശുട്ടിക്ക് പിന്നെ ഞാൻ ഇതിൽ നിന്ന് തന്നെ അങ്ങോട്ട് വാരി കൊടുക്കലാണ്. ഐശുട്ടി തീരെ ഫുഡൊന്നും കഴിക്കൂല. ഒരു അരമണിക്കൂർ വേണ്ടി വരും കേട്ടോ ഐശുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.